ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കയറുകയാണ്. വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ആണ്. സോ ഓൾറെഡി നമ്മൾ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് ഫസ്റ്റ് ഇയർ IMAയിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട് എന്താണെന്ന്? ഏതെങ്കിലും രീതിയിൽ റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്താണ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്നുള്ളത്? എനിവൺ? Ashwin, Alexander. Can you hear me? Ashwin, Alexander. Yes, sir. ഓക്കെ, എന്താണ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്നുള്ള ഓർമ്മയുണ്ടോ പഠിച്ചത്? എനിവൺ? ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനുള്ള കളക്ഷൻ തരാൻ പറ്റുന്നുണ്ടോ വേപ്പർ അബ്സോർപ്ഷൻ എന്താണെന്ന്? സ്ലൈഡ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയാം. സോ നമുക്കറിയാം ചില കെമിക്കൽ കോമ്പോസിഷൻസ് ഉണ്ട്, ചില കാര്യങ്ങളുണ്ട്, ചില സബ്സ്റ്റൻസ് ഉണ്ട് വേറൊരു സബ്സ്റ്റൻസിനോട് ഭയങ്കര അഫിനിറ്റി ഉണ്ടായിരിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോവർ ടെമ്പറേച്ചറിൽ ഈ പർട്ടിക്കുലർ സബ്സ്റ്റൻസ് വേറെ സബ്സ്റ്റൻസിനകത്തോട്ട് ഡിസോൾവ് ചെയ്ത് പോവുകയും ഹൈ ടെമ്പറേച്ചറിൽ ആ പർട്ടിക്കുലർ സബ്സ്റ്റൻസ് അതിൽ നിന്ന് വേർതിരിച്ച് മാറുകയും ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് കെമിക്കലിൽ. അബ്സോർബൻ്റ് എന്നും സൊല്യൂഷൻ എന്നും നമുക്ക് വേണമെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പം സപ്പോസ് എന്ന് പറയുന്നത് അമോണിയ വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അമോണിയ ഹാസ് ഹൈ എന്താ പറയുന്നത് ഒരു അഫിനിറ്റി ഉണ്ട് ടുവേർഡ്സ് വാട്ടർ അറ്റ് ലോവർ ടെമ്പറേച്ചർ. സോ വാട്ടർ എന്ത് ചെയ്യും, ഒരു സോൾവെൻ്റ് ആയിട്ട് ഒരു അബ്സോർബറായിട്ട് ആക്ട് ചെയ്യും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ടെമ്പറേച്ചറിൽ വാട്ടർ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഈ അമോണിയ വേപ്പർ എന്ത് ചെയ്യും, ഇതിനകത്തോട്ട് സോൾവ് ചെയ്യും. ലോവർ ദ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഡിഫ്യൂസിവിറ്റി എന്തിന് കിട്ടും, ഈ ഒരു സൊല്യൂഷന് കിട്ടും. മാക്സിമം ക്വാണ്ടിറ്റിയിൽ അമോണിയനെ നമുക്ക് വാട്ടറിലേക്ക് അബ്സോർവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതെങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാട്ടർ അമോണിയ സൊല്യൂഷനെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അമോണിയ സെപ്പറേറ്റ് ചെയ്ത് മാറുകയും ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് നമ്മുടെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് വേപ്പർ കംപ്രഷൻ സിസ്റ്റം പോലെ തന്നെ VCR സിസ്റ്റം പോലെ തന്നെയാണ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം വരുന്നത്. നമുക്ക് റെഫ്രിജറന്റ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഫേസ് കൺവേർഷൻ നടത്തുന്ന ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നു, ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ VCRs പോലെ തന്നെയാണ് VAR സിസ്റ്റവും വരുന്നത്, അബ്സോർപ്ഷൻ റെഫറൻസ് സിസ്റ്റം വരുന്നത്. ഓക്കെ, so vapor absorption reference system belongs to the class of vapor cycle similar to vapor compression refrigeration system. Vapor compression system പോലെ തന്നെയാണ് vapor absorption reference system വരുന്നത്. However, unlike vapor compression reference system, the required input to absorption system is in the form of heat. അപ്പം ഇവിടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യേണ്ട ഫിസിക്കൽ ടേം എന്ന് പറയുന്നത് വർക്കാണ്. അത് നമ്മൾ കംപ്രസറിലേക്ക് മെക്കാനിക്കൽ ഫോമിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ അബ്സോർപ്ഷൻ സിസ്റ്റം വരുമ്പോഴത്തേക്ക് ഇത് എൻ്റെ സിസ്റ്റം ഓപ്പറേറ്റ് ബേസ്ഡ് ഓൺ ഹീറ്റ് സോഴ്സ്, ഹീറ്റ് എനർജിയുടെ ബേസ് വരുന്നത്. നമ്മളിവിടെ മെക്കാനിക്കൽ ആയിട്ടുള്ള എനർജീസ് ഒന്നും കൊടുക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് വി ആർ ഗിവിങ് ഹീറ്റ് സോഴ്സ്. ഓക്കെ, ഇവിടെയാണ് പറയുന്നത് ദ ഇൻപുട്ട് ടു അബ്സോർപ്ഷൻ സിസ്റ്റം ഈസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, so hence these systems are also called as heat operated or thermal energy driven systems. Okay, so the vapor absorption system, unlike vapor compression system, it's operates based on heat source. Okay, since this system runs on low grade thermal energy, they are preferred when low grade energy such as waste heat or solar energy is available. This comes under the advantages of vapor absorption system. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ where we having this waste energy source, എവിടെയെങ്കിലും നമുക്ക് വേസ്റ്റ് എനർജി സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ആണ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. വി ക്യാൻ ഗോ ഫോർ എനി ടൈപ്പ് ഓഫ് സ്റ്റീം എനർജി ഓർ വേസ്റ്റ് എനർജീസ് അവൈലബിൾ. ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹീറ്റ് എനർജി എക്സസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം
അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അത് കണക്ക് സോളാർ എനർജി ഉണ്ടെങ്കിലും നമുക്ക് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം യൂസ് ചെയ്യാം. അതായത് unlike vapor compression system, this system doesn't require any type of electrical energy resources. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം റിമോട്ട് ഏരിയാസ്, റിമോട്ട് ലൊക്കാലിറ്റീസിലൊക്കെ റെഫ്രിജറേഷൻ ആവശ്യമുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം. ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം. പിന്നീട്, since conventional absorption system uses natural refrigerants such as water or ammonia, they are environment friendly. The refrigerant which comes in vapor absorption system are in the category of environment friendly. Okay, it consists of an absorber, a pump, a generator, and a pressure reducing valve to replace the compressor. അപ്പം വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനകത്തുള്ള കംപ്രസറിനെ റീപ്ലേസ് ചെയ്യുന്നത് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിനകത്ത് ഒരു അബ്സോർബർ, ഒരു പമ്പ്, ഒരു ജനറേറ്റർ, ഒരു പ്രഷർ റെഡ്യൂസിങ് വാൽവ്, ഇത്രയും കാര്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഒരു മെക്കാനിക്കൽ ഇൻപുട്ടിനെ നമ്മൾ ഹീറ്റ് ഇൻപുട്ടാക്കി മാറ്റുന്നത്. വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് എ കംപ്രസർ ഇൻ വേപ്പർ കംപ്രഷൻ സിസ്റ്റം വി ഹാവ് എൻ അബ്സോർബർ, എ പമ്പ്, എ ജനറേറ്റർ ആൻഡ് എ പ്രഷർ റെഡ്യൂസിങ് വാൽവ്. ഇത്രയും കമ്പോണൻറ്റുകളും കൂടെ അധികം പറ്റും. സോ മീൻസ് ദാറ്റ് അവർ സിസ്റ്റം ഗോയിങ് ടു ബി കുറച്ചും കൂടെ വലുതാവുന്നുണ്ട് സിസ്റ്റം. ഓക്കെ, ബട്ട് വി ഹാവ് സം അഡ്വാൻറ്റേജസ്. ആൻഡ് നെക്സ്റ്റ് കംസ് ആക്ച്വലി ഈ ഒരു വേപ്പർ അബ്സോർപ്ഷൻ റിവേഴ്സ് സിസ്റ്റത്തിന് പറയുന്നത് ഒരു ഓൾഡർ ഫോമാണ്. കുറേ നാൾ മുമ്പ് തന്നെ ഉണ്ടായി വന്നൊരു സിസ്റ്റമാണ്. ആക്ച്വലി ദ പ്രിൻസിപ്പിൾ ഓഫ് വേപ്പർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഈസ് ഫസ്റ്റ് ഡിസ്കവർഡ് ബൈ മൈക്കൽ ഫാരഡേ ആണ്. ഓൾമോസ്റ്റ് 1824 ഹി ഡിസ്കവേർഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് അബ്സോർപ്ഷൻ. ആൻഡ് ഇതൊരു വേപ്പർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് പറയുന്നത് ഫെർഡിനൻഡ് കെറെ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ്. ഇൻ 1860 ആണ് ആ ഒരു ഫോം അല്ലെങ്കിൽ ഇതിനെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, then comes the desirable properties of refrigerant and absorbent mixture of VAR system. The refrigerant should exhibit high solubility with the solution in the absorber. So we have an absorber where the refrigerant is being mixed with the solution. അല്ലെങ്കിൽ നമ്മുടെ റെഫ്രിജറന്റ് ഒരു സൊല്യൂഷൻ ഉണ്ട്, ഏതിനകത്തോടാണ് അത് അഫിനിറ്റി കാണിക്കുന്നത്. ആ അഫിനിറ്റി കാണിക്കുന്ന സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യണം, വളരെ കൂടുതൽ രീതിയിൽ അല്ലെങ്കിൽ സ്ട്രോങ് അഫിനിറ്റി തന്നെ കാണിക്കണം. ആ റെഫ്രിജറന്റും ആ സൊല്യൂഷനും തമ്മിലുള്ള ആ രീതിയിലുള്ള ഒരു കെമിക്കൽ ബോണ്ടിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, there should be large difference in boiling point of refrigerant and absorbent, greater than almost a difference of 200 degrees Celsius, so that only refrigerant is boiled off in the generator. അപ്പോൾ ഈ സെക്കൻഡ് സെന്റൻസ് എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ we have the absorber where the refrigerant is going to solve diffused into the solution, അല്ലെങ്കിൽ അതിനകത്തോട്ട് മിക്സ് ആവും, നമ്മുടെ സൊല്യൂഷനിലോട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ദിസ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു സെപ്പറേറ്റ് ഇറ്റ്. ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് ദ ഹീറ്റ് സോഴ്സ്. ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഈ റെഫ്രിജറന്റിന്റെയും ഈ അബ്സോർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷന്റെയും ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, സപ്പോസ് സെയിം ആണെന്ന് വെച്ചോ, റെഫ്രിജറന്റും ഈ പറയുന്ന സോൾവെന്റും ഒരുമിച്ച് വേപ്പറൈസ് ആയി മാറും. വേപ്പറൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, റെഫ്രിജറന്റിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടത്തില്ല, നമ്മുടെ സോൾവെന്റിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടത്തില്ല. അപ്പം ഇത് തമ്മിൽ ബോയിലിംഗ് പോയിന്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഗ്രേറ്റർ ദാൻ 200 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു മാർജിനൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് റെഫ്രിജറന്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അവർ എയിം ഇസ് ടു സെപ്പറേറ്റ് ദ റെഫ്രിജറന്റ് ഫ്രം ദ സൊല്യൂഷൻ. ആ ഹീറ്റ് ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ റെഫ്രിജറന്റ് മാത്രം എന്ത് ചെയ്യും, ബോയിൽ ഓഫ് ചെയ്യും. മറ്റേത് അതായത് സൊല്യൂഷൻ എന്ത് ചെയ്യും, അത് അവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യും ആസ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഇറ്റ് സെൽഫ്. ഓക്കെ, it should exhibit a small heating of mixing so that high COP can be achieved. So ഒരു ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസിൽ തന്നെ, അതായത് വളരെ ചെറിയ ഡിഫറൻസിൽ തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു റെഫ്രിജറന്റ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കയറണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹയർ COP അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, the refrigerant absorbent mixture should have high thermal conductivity and low viscosity for high performance. It should have high thermal conductivity and it should provide a low viscosity. It should not undergo crystallization or solidification inside the system. ഈ സിസ്റ്റത്തിന്റെ എവിടെ ഉള്ളിൽ വെച്ച് പോലും ഈ ഒരു സൊല്യൂഷൻ ഒരു കാരണവശാലും സോളിഡിഫിക്കേഷൻ നേച്ചർ കാണിക്കാൻ പാടില്ല.
that is very important in terms of refrigeration, because all the system, all the fluid is passing through narrow channels, means narrow tubes nathudaയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ക്രിസ്റ്റൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ that will cause some blocks. Okay, the mixture should be safe, chemically stable, non-corrosive, inexpensive, and should be available easily. So these are the desirable properties that we used in the refrigerant absorbent mixture in the VARS. Sorry. The most commonly used refrigerant absorbent pairs in commercial systems are ammonia water, lithium bromide. അപ്പം അമോണിയ വേപ്പർ വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമോണിയ ആണ് റെഫ്രിജറന്റും വാട്ടർ അബ്സോർബന്റുമാണ്. സോ ദിസ് ടേം ഷുഡ് ബി റിമെമ്പേർഡ്. എന്താണ് റെഫ്രിജറന്റ് ആൻഡ് അബ്സോർബന്റ്? ഇത് രണ്ടും കൂടെ വരുന്നതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. റെഫ്രിജറന്റും അബ്സോർബന്റും വരുന്ന സാധനത്തിന് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയും. അമോണിയ ഇവിടെ റെഫ്രിജറന്റും വാട്ടർ അബ്സോർബന്റും ആണ്. വാട്ടർ ലിഥിയം ബ്രോമൈഡ് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വാട്ടർ എന്ന് പറയുന്നത് റെഫ്രിജറന്റും ലിഥിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് അബ്സോർബന്റും ആണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ഹരികൃഷ്ണൻ? ഹരികൃഷ്ണൻ is not listening. Okay, Kiran, is it clear? Absent. Aromal? Am I audible? Anyone? Yes, Yes, sir. sir. Hello, sir. Yes, sir. Yes, sir. Sir, Okay. Aromal? sir, Okay. sir. Clear ആയി ഞാൻ പറഞ്ഞത്? സാർ 19% ആണ് സാർ. സാർ ഹരികൃഷ്ണൻ? 19. ഹരികൃഷ്ണൻ, യെസ് സാർ. യെസ് സാർ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ആ ക്ലിയർ ആവുന്നുണ്ട്. അന്ന് എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? എന്താ ചോദിക്കുന്ന സമയത്ത്? അല്ല സാർ, ഇത് ഇടയ്ക്ക് ഓൺ ആവത്തില്ല സാർ. നെറ്റിന്റെ വിഷയം തോന്നുന്നു, എനിക്കറിയാൻ വയ്യ. നെറ്റിന്റെ ഇഷ്യൂ ഒന്നുമല്ല. ഓക്കെ മതി. ഓക്കെ, കിരൺ ഉണ്ടോ? കിരൺ ഇല്ല. കിരൺ കയറിയിട്ട് മുങ്ങി. ഓക്കെ, ഇതൊക്കെ അങ്ങ് പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. എവിടെയുണ്ട് കിരൺ? ഇവിടെ ഉണ്ട് സാർ. എന്നിട്ട് എന്താ ജസ്റ്റ് കേൾക്കാൻ? സാർ അത് പെട്ടെന്ന് ഫോൺ ഹാങ്ങാ സാർ. മൈക്ക് നോക്കിയിട്ട് മാറിയില്ല. ടച്ച് കംപ്ലൈന്റാ സാർ. സ്ക്രീൻ പൊട്ടിയിരിക്കുക. എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായോ? ആ സാർ. ഓക്കെ, ഇപ്പൊ എന്താ കാണുന്നത്? സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിന്റെ ഡയഗ്രാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് കംപ്രസറിനെ റീപ്ലേസ് ചെയ്യുന്നത്? കിരൺ, അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് കംപ്രസറിനെ റീപ്ലേസ് ചെയ്യുന്നത് സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിനകത്ത്? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനകത്തുള്ള കംപ്രസറിനെ റീപ്ലേസ് ചെയ്യുന്നത് ഒരു 4 കമ്പോണൻസ് ആണ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിനകത്ത്. അത് ഏതാ ഡയഗ്രത്തിൽ തന്നെ നിനക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? കണ്ടൻസർ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനകത്തുണ്ടോ? കേൾക്കുന്നുണ്ടോ അതോ വീണ്ടും ഹാങ് ആയോ? ഓക്കെ, going to
ഓക്കെ, വേപ്പർ കംപ്രഷൻ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ദ കണ്ടൻസർ, a receiver is also there, expansion valve is there, evaporator is there. Then വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിന് അടുത്ത് വരുന്നത് പറയുന്നത് ഒരു കംപ്രസർ ആണ്. ദ കംപ്രസർ ഈസ് മിസ്സിംഗ് ആൻഡ് ദ എൻറ്റയർ കംപ്രസർ ഈസ് റീപ്ലേസ്ഡ് ബൈ ദിസ് ടേംസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ നിന്ന് കംപ്രസറിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിനകത്ത് റീപ്ലേസ് ചെയ്യുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു അബ്സോർബർ വരും, ഒരു പമ്പ് വരും, ഒരു ജനറേറ്റർ വരും, ദെൻ വി ഹാവ് എ പ്രഷർ റെഡ്യൂസിങ് വാൽവ്. ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഒരു വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ഉണ്ടാവുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും കോമൺ തന്നെയാണ്. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ it's quite simple actually. First of all we have the refrigerant. Just common ആയിട്ട് അങ്ങ് പറയുന്നുള്ളൂ. We have the refrigerant which is coming from the evaporator, is in the form of എന്താണ്, വേപ്പർ ആയിരിക്കും. So suppose this is a water ammonia refrigerant system ആണെന്നുണ്ടെങ്കിൽ, അബ്സോർപ്ഷൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ how this is going to operate എന്നുള്ളതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. Okay, so from the evaporator the refrigerant which is coming is the low pressure ammonia in the form of vapor. അമോണിയ വേപ്പറിന്റെ ഫോമിലായിരിക്കും ഇവാപ്പറേറ്ററിൽ നിന്ന് പാസ് ചെയ്ത് വരുന്നത്. ആൻഡ് ദിസ് ലോ പ്രഷർ വേപ്പർ അമോണിയ ഈസ് flows into the absorber where the absorbent is present, that is water. ഇവിടെ വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. വാട്ടർ ഇസ് ഓൾവേസ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് തന്നെ ആയിരിക്കും, ഇവിടെ ലിക്വിഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഉള്ളത്. ആൻഡ് ദ അനദർ കണ്ടീഷൻ ഈസ് വി ആർ മെയിൻറ്റെയിനിങ് ദ ടെമ്പറേച്ചേഴ്സ് ഓഫ് ദിസ് വാട്ടർ ഈസ് മച്ച് ലെസ്. എപ്പോഴും നമ്മൾ ഇതിനകത്തുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചർ എപ്പോഴും കുറച്ച് വെച്ചിരിക്കും. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ക്വാണ്ടിറ്റിയിൽ അമോണിയ വേപ്പറിനെ ഇതിലേക്ക് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്ത് കയറ്റാൻ പറ്റിയിട്ട് സൊല്യൂഷൻ അത്രയ്ക്ക് സ്ട്രോങ് സൊല്യൂഷൻ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ഉള്ളത് ഇപ്പം എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള വാട്ടറും ഇവിടെ നിന്ന് വരുന്ന വാട്ടർ അമോണിയ വേപ്പറുമാണ്. ഇതെന്ത് ചെയ്യും, ഈ വാട്ടറിനകത്തോട്ട് അബ്സോർവ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അബ്സോർവറിന്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റിയിൽ ഈ ഇവാപ്പറേറ്ററിൽ നിന്നുള്ള വേപ്പറിനെ നമുക്ക് അബ്സോർവ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ വി ആർ കീപ്പിംഗ് ദ ടെമ്പറേച്ചർ മച്ച് ലെസ് സോ ദാറ്റ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് അമോണിയ വേപ്പർ ക്യാൻ ബി ഡിഫ്യൂസ്ഡ് ഇൻ ടു ദ അബ്സോർബന്റ്, ദാറ്റ് ഈസ് വാട്ടർ. അപ്പോൾ ഇവിടെ നമുക്കൊരു വാട്ടർ അമോണിയ, അക്വ അമോണിയ ഒരു സ്ട്രോങ് സൊല്യൂഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് സ്ട്രോങ് സൊല്യൂഷൻ ഈസ് pumped into the generator by means of a pump. അപ്പം ഇതൊരു അക്വ അമോണിയ വാട്ടർ സൊല്യൂഷൻ ആയി മാറി. അതിനെ നമുക്ക് ഈസി ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റും. അത് പമ്പ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് പ്രഷർ, ദ സൊല്യൂഷൻസ്, ഈ സൊല്യൂഷന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. വി ക്യാൻ റൈസ് അപ് ടു 10 bar, അത്രയ്ക്ക് നമുക്ക് പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് ഈ പമ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്രസ് അല്ലെങ്കിൽ പ്രഷറൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ചെയ്യുന്നത്. സോ ദിസ് ഹൈ പ്രഷർ this pump is pressurizing or pumping this strong solution into the generator where we have the heat energy source. നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഹീറ്റ് സോഴ്സ് ഉണ്ടാവും, സ്റ്റീം ഓർ സം അനദർ ഫോം ഓഫ് എനർജി ഈസ് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ആ ഹീറ്റിംഗ് സോഴ്സ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ് ഈസ് ദ സ്ട്രോങ് സൊല്യൂഷൻ, ദ അക്വ അമോണിയ സൊല്യൂഷനകത്ത് നിന്ന് അമോണിയ എന്ത് ചെയ്യും, വേപ്പറൈസ് ചെയ്ത് മാറും. വേപ്പറൈസ് ചെയ്ത് മാറുമ്പോഴത്തേക്ക് അത് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. മീൻസ് ദാറ്റ് ആ സ്ട്രോങ് സൊല്യൂഷനെ നമ്മൾ പമ്പ് ചെയ്ത് നമ്മൾ ജനറേറ്റർ കൊണ്ടുവരുന്ന പ്രഷറിൽ തന്നെ ആയിരിക്കും അമോണിയ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് മാറുന്നത്. ദിസ് ഹൈ പ്രഷർ അമോണിയ വേപ്പർ ഈസ് ഫ്ലോസ് ഇൻ ടു ദ കണ്ടൻസർ. അതവിടെ നിൽക്കട്ടെ. വാട്ട് ഹാപ്പൻസ് ടു ദ റെസ്റ്റ് പാർട്ട്, മീൻസ് ഇവിടെ വരുന്ന ബാക്കി ഈ സൊല്യൂഷൻ അക്വ അമോണിയ സൊല്യൂഷനകത്ത് നിന്ന് അമോണിയ വേപ്പറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് എന്താണ്, ഹൈ പ്രഷറിൽ നിൽക്കുന്ന വാട്ടറാണ്. ആ ഹൈ പ്രഷറിൽ നിൽക്കുന്ന വാട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി അമോണിയനകത്ത് നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ആ സ്ട്രോങ് സൊല്യൂഷൻ എന്തായി മാറുന്നു, വീക്ക് സൊല്യൂഷനായി മാറുന്നു. ആ വീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് വി ഹാവ് ദ ഹൈ സംതിങ് പ്രഷർ. ആ പ്രഷറിന് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് അനദർ യൂണിറ്റ് കാൾഡ് പ്രഷർ റെഡ്യൂസിങ് വാൽവ്. വി ആർ ഡീപ്രഷറൈസിങ് ദാറ്റ് വീക്ക് സൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഫ്ലോസ് ഇൻ ടു ദ അബ്സോർബർ. ഇവിടെയാണ് ആ അബ്സോർബന്റിന്റെ സൈക്കിൾ നടക്കുന്നത്. ഇവിടെ നിന്ന് അമോണിയനെ ഡിഫ്യൂസ് ചെയ്ത് കയറ്റിയതിനു ശേഷം അത് സ്ട്രോങ് സൊല്യൂഷനായി മാറുന്നു.
പമ്പിന്റെ സഹായത്തോടെ നമ്മൾ അത് എവിടെ കൊണ്ടുവരുന്നു? ഒരു ജനറേറ്റർ യൂണിറ്റിനകത്ത് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് നമ്മൾ ഹീറ്റ് സോഴ്സ് കൊടുത്തുകൊണ്ട് ഈ അക്വ അമോണിയ സ്ട്രോങ് സൊല്യൂഷനകത്ത് നിന്ന് ഹൈ പ്രഷറിലുള്ള അമോണിയനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നു. ബാക്കി വരുന്ന വീക്ക് സൊല്യൂഷനെ ഞാൻ ഒരു പ്രഷർ റിഡ്യൂസിങ് വാൽവ് കൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവരുന്നു, റിട്ടേൺ ചെയ്യുന്നു, അബ്സോർവറിലേക്ക് കൊണ്ടുവരും. ഈ ഹൈ പ്രഷർ അമോണിയ നേരെ വരുന്നത് എവിടെയാണ്? കണ്ടൻസർ യൂണിറ്റിലാണ്. ബാക്കിയെല്ലാം കംപ്രഷൻ സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുന്നത് പോലെയാണ്. കണ്ടൻസറിനകത്ത് വരുമ്പോഴത്തേക്കും ദിസ് ഹൈ പ്രഷർ അമോണിയ വേപ്പർ എന്തായി മാറും? ലോ പ്രഷർ അമോണിയ ആയി മാറുന്നുണ്ട്, അമോണിയ ലിക്വിഡ് ആയി മാറുന്നുണ്ട്. കണ്ടൻസർ യൂണിറ്റിന് കണ്ടൻസേഷൻ പ്രോസസ്സ് വഴി എന്ത് ചെയ്യും? വേപ്പർ അമോണിയ ലിക്വിഡ് അമോണിയ ആയി മാറുന്നുണ്ട്. സോ ആ ലിക്വിഡ് അമോണിയ അതിന് കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് ആവുന്നത് വരെ നമ്മൾ റിസീവർ കളക്ട് ചെയ്യുന്നു. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഫെഡ് ഇൻ ടു ദ എക്സ്പാൻഷൻ വാൽവ് where the expansion of this liquid ammonia takes place, means temperature is further reduced, means temperature and pressure further reduced, and it is fed into the evaporator where the refrigeration effect is produced here. ഇതാണ് ഒരു സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ശരത് ചന്ദ്രൻ, മനസ്സിലായോ? Can you hear me? Clear? Sharat Chandran. Sydney? Yes, sir. Clear. Okay. Now, what are the advantages of vapor absorption system over vapor compression system? Since we doesn't have any moving part, this entire system operates in noiseless conditions. Noiseless condition means doesn't produce any noise. Doesn't have any moving part means it having less maintenance cost and less wear. Then another advantage is that any ready source of thermal energy can be used, that is solar or steam. നമുക്ക് waste energies ഉണ്ടെങ്കിൽ we can readily use it for the refrigeration purpose. The load variation cannot affect the performance. It can be effectively operated at part load by controlling generator temperature. Since it is not being affected by any type of load changes, load variations, only thing is we have to control the generator temperature. Otherwise, we can go for the we can cope up with any type of load variation. അതാണ് ഇതിന്റെ advantage ആയിട്ട് വരുന്നത്. Then since it being used as a refrigerant condition, it doesn't require any large condenser. The condenser used is much less compared to the VCR system. No leakage since there is no compressor or any reciprocating part. Since there is no moving part means we can avoid any type of leakages. It can be used in remote areas since there is no electricity is required. These are the advantages of vapor absorption system, and some limitations also there. The limitations are it operating efficiency is low since it is pressurizing to much less value. Its performance efficiency or the COP value is much less compared to the PCR system. Then some amount of heat is added in the generator and heat should be rejected in the absorber. Since we are adding the heat source to the generator and this is being rejected in the absorber. അതായത് നമ്മളിപ്പം ജനറേറ്ററിനകത്ത് കൊടുക്കുന്ന ഹീറ്റ് നമ്മൾ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റിച്ച് സൊല്യൂഷനാണ് ജനറേറ്ററിനകത്ത് വരുന്നത്. ആ റിച്ച് സൊല്യൂഷനകത്ത് നമ്മൾ ഹീറ്റ് കൊടുത്ത് നമ്മൾ അതിനകത്തു നിന്നുള്ള റെഫ്രിജറന്റിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ അബ്സോർബന്റ് എന്ന് പറയുന്നത് ഹാവിങ് ദി സെയിം ടെമ്പറേച്ചർ തന്നെയായിരിക്കും. ആ ടെമ്പറേച്ചർ നേരെ എവിടെ വരുന്നുണ്ട്? നമ്മളുടെ അബ്സോർവറിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അബ്സോർവറിൽ നമ്മൾ പറയുന്നുണ്ട് അബ്സോർവർ ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മുടെ അബ്സോർബന്റ് ഇരിക്കുന്നതെങ്കിൽ അതിലേക്ക് കൂടുതൽ എന്ത് കയറി വരില്ല? നമ്മുടെ റെഫ്രിജറന്റ് കയറി വരത്തില്ല. സോ വി ഹാവ് ടു റിലീസ് ദാറ്റ് ടെമ്പറേച്ചർ. അപ്പൊ അങ്ങനെയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് if temperature of rich solution entering into the generator is increased and the temperature of weak solution entering the absorber is decreased. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ആണ്. നമുക്ക് ജനറേറ്ററിനകത്ത് എപ്പോഴും എന്താണ് ഹീറ്റ് ഇൻപുട്ടും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലും അബ്സോർബറിനകത്ത് ടെമ്പറേച്ചർ കുറവുമായിരിക്കും വേണ്ടത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ നമ്മുടെ റിച്ച് സൊല്യൂഷൻ അബ്സോർബറിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് എവിടെന്നെങ്കിലും ഹീറ്റ് എനർജി ആഡ് ചെയ്തുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്സോർബറിൽ കൊടുക്കുന്ന ഈ ജനറേറ്ററിൽ കൊടുക്കുന്ന ഹീറ്റിന്റെ എനർജി കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ഈ അബ്സോർവറിൽ നിന്ന് വരുന്ന റിച്ച് സൊല്യൂഷന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അബ്സോർബറിലേക്ക് വരുന്ന സൊല്യൂഷൻ, ദാറ്റ് ഈസ് ദ വീക്ക് സൊല്യൂഷൻ വിച്ച് ഈസ് കമ്മിങ് ഇൻ ടു ദ അബ്സോർബർ, ടെമ്പറേച്ചർ ഷുഡ് ബി ലെസ്. അപ്പൊ അതിന് നമ്മൾ കുറയ്ക്കുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു എംപ്ലോയ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. Chances of presence of absorbent vapor leaving the generator and going into the refrigerant circuit. അപ്പം ഇവിടെ വരുന്ന ഒരു പോസിബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറേറ്ററിനകത്ത് വെച്ചിട്ട് നമ്മൾ അബ്സോർബന്റിനെയും റെഫ്രിജറന്റിനെയും സെപ്പറേറ്റ് ചെയ്യുമെങ്കിൽ കൂടിയും ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് വാട്ടർ വേപ്പർ വിച്ച് ക്യാൻ ബി ആഡഡ് ടു ദ റെഫ്രിജറന്റ്. വാട്ടർ വേപ്പർ നമ്മുടെ റെഫ്രിജറന്റിന്റെ കൂടെ കണ്ടൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്പാൻഷൻ വാൽവിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ വെച്ചിട്ട് ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? ഫ്രീസ് ആവും. ഫ്രീസ് ആയി കഴിഞ്ഞാൽ അത് അവിടെ എന്ത് ചെയ്യും? ചോക്ക് ചെയ്യും. മീൻസ് അവിടെ നമ്മുടെ വാൽവിനെ ബ്ലോക്ക് ചെയ്യിക്കും. സോ അങ്ങനെയുള്ള പ്രോബ്ലംസും ഉണ്ട് വാട്ടർ വേപ്പർ. ഇൻ കേസ് എങ്ങാനും വാട്ടർ വേപ്പറും കൂടെ ഈ പറയുന്ന റെഫ്രിജറന്റിന്റെ കൂടെ കണ്ടൻസർ വഴി പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എവിടെയെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യും? എക്സ്പാൻഷൻ വാൽവ് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവിടെ ഫ്രീസ് ചെയ്യും. വാട്ടർ ഫ്രീസ് ആയി പോകും. കാര്യം ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരിക്കും. അവിടെ ഫ്രീസ് ആകുമ്പോഴത്തേക്ക് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കും. Okay, so it may be enter into the condenser and then evaporator. As a result, the required low temperature will not be reached. That's a problem, and it is not very economical as in these cases. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിമിറ്റേഷൻസിനകത്ത് പറയുന്നത്. Then we have to move to the practical vapor absorption system, and I will continue this in the next class. മനസ്സിലായോ? അജയ്, are you there? അജയ്, ഉണ്ട് സാർ. മനസ്സിലായ കാര്യങ്ങള്? ആ സാർ.